ഹായ് ഗായ്സ്, നമുക്കിന്ന് കപ്പയും മത്തിയും കൂടെയുള്ള റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കപ്പ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചത് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്, പിന്നെ 12 ചെറിയുള്ളി, 8 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചിയും കൂടെ ചതച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. നമ്മളിത് അടുപ്പിലേക്ക് വയ്ക്കുമ്പോൾ 2 പീസ് വാളംപുളി ചേർക്കണം, അല്ലെങ്കിൽ പിഴിഞ്ഞതായാലും ഒഴിച്ചാൽ മതി. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 കിലോ മത്തി ഇതേപോലെ നിരത്തി വെക്കാം കേട്ടോ. അതിനുശേഷം മൂടിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഓപ്പണാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ മത്തി നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാലിൽ പിടിച്ചൊന്ന് കുടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുള്ള് വേറെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ആക്കുമ്പോൾ മുള്ള ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും കേട്ടോ. അത് വിട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതേപോലെ വെള്ളമൊക്കെ വറ്റി ഇതേപോലെ കിട്ടും കേട്ടോ. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും, ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ 2 എണ്ണം മുറിച്ചിട്ട് കൊടുത്താൽ മതി. വെന്തുടഞ്ഞ് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് ചേർക്കണേ കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ റെഡി. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.